ഹലോ, നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലൂടെ ഇവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ ബാലചന്ദ്രൻ നമ്മളെ കൃഷ്ണമോളെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കുകയാണ്. തൻ്റെ മൂത്ത മകളെ കാണാനില്ല, അപ്പോൾ ആരെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് വിശദമായിട്ട് സാർ അത് കംപ്ലൈൻറ്റ് വായിച്ച് നോക്കൂ എന്നൊക്കെയാണ് ബാലേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ഈ പോലീസുകാരനൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശിവൻ്റെയും അതുപോലെ തന്നെ രാജീവിൻ്റെയൊക്കെ മെയിൻ ഗഡിയാണ്. അവന്മാരെ താളത്തിനൊത്ത് തുള്ളുന്ന അതേ ടൈപ്പാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു പരിധിയില്ലാണ്ട് ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ ഇരുന്ന സമയത്ത് തിരിച്ച് വീട്ടിലെത്തി കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടെ പറയുന്ന കൃഷ്ണമോൾ അച്ഛനോട് ചോദിക്കണം, അച്ഛാ അലീന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല മോളെ, അവരുടെ കസ്റ്റഡി തന്നെയാണ്. അതായത് ശിവൻ്റെയും രാജീവിൻ്റെയും അവരുടെ അങ്ങനെ അവർ രണ്ടുപേരാകെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ആ സമയത്താണല്ലോ നമ്മുടെ ഗംഗാധരൻ രാജീവിൻ്റെയും നമ്മുടെ ശിവശങ്കരനും താമസിച്ചിരുന്ന ഹോട്ടലിൽ മനു പറഞ്ഞ അനുസരിച്ചിട്ട് നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ടാക്സി പിടിച്ച് നേരെ അവരുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അന്നേരമാണ് ബാക്കി കഥകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ രാജീവും ശിവശങ്കരനൊക്കെ അറിയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിലും അവരാകെ ഷോക്കായിപ്പോയി. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണ്, വൈജ ചെയ്ത തെറ്റ് അതുപോലെ തന്നെ ബാലേന്ദ്രനും ചെയ്തൊക്കെയാണല്ലോ. അപ്പോൾ രണ്ടുപേരെയും ഭാഗത്ത് തെറ്റ് ഒരുപോലെയാണല്ലോ. പക്ഷെ അവർക്കറിയില്ല ബാലചന്ദ്രൻ അതൊരു കള്ളക്കഥ പറഞ്ഞതാണെന്നും യഥാർത്ഥത്തിൽ നമ്മുടെ അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ളത് അവർക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ നമ്മുടെ ഗംഗാധരൻ കടന്നു വന്നപ്പോൾ രാജീവ് മാത്രമാണ് റൂമിലുണ്ടായിരുന്നത്. നമ്മുടെ ശിവശങ്കരൻ ഡ്രിങ്ക്സ് എന്തോ കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ട്, കാരണം ടെൻഷൻ കാരണമാണ്. അപ്പം ഗേട്ട എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടി കൂട്ടുന്നത്? അങ്ങനെ ആ സമയം നമ്മുടെ ശിവശങ്കരന് റൂമിലോട്ട് വരികയാണ്. അങ്ങനെ രാജീവിനെയും ശിവശങ്കരനെയും ഗംഗാധരൻ കുറച്ച് വഴക്ക് പറയണേ, നിങ്ങൾക്കൊരു ബുദ്ധിപരമായിട്ട് യുക്തിപരമായിട്ട് ഓരോന്നും ചിന്തിക്കണ്ടേ? ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അയാളിപ്പോൾ ഒരു വൈജ തെറ്റ് ചെയ്തു, അതേ തെറ്റ് തന്നെയാണല്ലോ അയാളും ചെയ്തിരിക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. അയാൾ വലിയ പുണ്യാളനൊന്നും ആവണ്ട, അയാൾക്കും ഒരു അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞ്, അതെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ ആട്ടം ആടുന്നത്? എന്നിട്ട് രാജീവ് അപ്പോഴേക്കും തട്ടി കീറിക്കൊണ്ട് നമ്മൾ ഗംഗാധരൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടൻ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഈ ബാലേന്ദ്രൻ അവിടെ നിങ്ങളുടെ നീലഗിരി വന്ന് ഇങ്ങനെ വൈജയ്ക്ക് ഇങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു വന്നപ്പോൾ നിങ്ങൾ എന്തിനാ വള്ളിപുള്ളി തെറ്റാണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് പറയാൻ പോയത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, നീ പറയും പോലെ അല്ല രാജീവേ കാര്യങ്ങൾ. എന്നിട്ട് ശിവശങ്കരൻ്റെ അടുത്തും പറഞ്ഞു, എല്ലാ എവിഡൻസോടും കൂടിയാണ് വന്നിരിക്കുന്നത് ബാലേന്ദ്രൻ, എനിക്ക് നിസ്സഹായനായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ, കാരണം എല്ലാ തെളിവുകളും ബാലേന്ദ്രൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഗംഗാധരൻ എൻ്റെ അടുത്ത് ഇവർ രണ്ടുപേരും ചോദിച്ചു, എന്നാൽ ഒരു വാക്ക് ഞങ്ങളോട് ഏട്ടന് പറയാൻ പാടില്ലായിരുന്നോ? ബാലേന്ദ്രൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഗംഗാധരൻ പറഞ്ഞു, അയാൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഒരു പൊട്ടനെ പോലെ നിങ്ങളെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഗംഗാധരൻ പറഞ്ഞത്. അപ്പോൾ രാജീവിന് ശരിക്കും സങ്കടമായി. ചേട്ടനെ ഒന്നും പറയാൻ പാടില്ലേ, ബാലേന്ദ്രൻ അറ്റാക്കായി കിടന്ന സമയത്തും ഗംഗേട്ട ഇവിടെ വന്നതാണ്, അപ്പോഴെങ്കിലും ഞങ്ങളടുത്ത് ഒരു വാക്ക് പറഞ്ഞൂടെ? ഏട്ടൻ തന്നെയാണ് സ്വന്തം പെങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ ജീവിതം ഇപ്പോൾ ഈ ഗതിയിലാക്കിയെന്ന് പറഞ്ഞ് രാജീവ് കിടന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്തു. അപ്പോഴാണ് ഗംഗാധരൻ പറഞ്ഞ്, നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിട്ടാണ്? ഈ അലീന ഇപ്പോൾ എവിടെയാണ്? ഈ അലീന ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ബാലേന്ദ്രൻ നിങ്ങളോട് പറഞ്ഞില്ലേ വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നും ആ വിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ നമ്മളെ അച്ഛനും നമ്മുടെ രാവുണ്ണിയമ്മാവനും പറഞ്ഞതുപോലെ ആ കുഞ്ഞും മരിച്ചിട്ടില്ല. 22 വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച ആ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട്. അത് കേട്ടപ്പോൾ ആകെ രാജീവും ശിവശങ്കരനും അന്തം വിടുകയാണ്. കാരണം ഒരു ഞെട്ടൽ മാറിയതേ ഉള്ളൂ. ബാലേന്ദ്രൻ വന്ന് പറഞ്ഞ്, ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ വലിയ അന്തസ്സുള്ളവരല്ലേ, നിങ്ങൾ വലിയ കുടുംബക്കാരല്ലേ, സ്വന്തം പെങ്ങളുടെ അവിഹിത ബന്ധം മറച്ചു വെച്ച് താനൊക്കെ വലിയ ആളായിട്ട് നിന്നാണല്ലോടോ കല്യാണം നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തലും എല്ലാം കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ ആ ഒരു വാക്കുകളൊക്കെ കേട്ട് അവരാകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഗംഗാധരൻ്റെ അടുത്ത ഷോക്കിങ്. അതായത് നിങ്ങൾ ഇത്രയും നാൾ ആട്ടി കളിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്ത ആ കുട്ടി ആരാണെന്നറിയാവോ എന്ന് ചോദിച്ചു. അതാണ് നമ്മുടെ വൈജ പ്രസവിച്ച നിങ്ങളുടെ കൺമുന്നിലുണ്ടായിരുന്ന അലീന എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അവരാകെ ഷോക്കായി പോകണം. അപ്പോൾ രാജീവ് ആകെ അന്തളിച്ചിങ്ങനെ നിൽക്കണം, എന്ത് പറയണം എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയ മട്ടിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഗംഗാധരൻ പറഞ്ഞത് കേട്ടിട്ട് രാജീവിനും ബാലേന്ദ്രനും ശിവശങ്കരനും പിന്നെ ഒന്നും പറയാൻ വാക്കുകളില്ല. കാര്യം എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ ഈ കഥകളൊക്കെ അറിഞ്ഞിട്ട് അത് ഒരിക്കലും പോലും വൈജയന്തിയോട് പറയുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തില്ല. ഒന്ന് മാറി പിണക്കം, അതായത് മേളിലത്തെ റൂമിലോട്ടൊന്ന് മാറി ഒരു ദേഷ്യം വൈജയന്തിയോട് കാണിച്ചു, അത്രയല്ലേ ചെയ്തുള്ളൂ. അയാളെല്ലാം ഉള്ളിൽ തന്നെ സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്തത്. പിന്നെ അയാൾ ഇതിൽ കൂടുതൽ
എന്താ ചെയ്യേണ്ടതെന്ന് ഗംഗാധരൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നിന്ന് ഈ പറഞ്ഞ സമയത്ത് ഗംഗാധരൻ ചോദിച്ചു, അലീന ഇപ്പോൾ എവിടെയാണ്? ആ കുട്ടിക്ക് ഒരു പോറൽ പോലും വരരുത്. കാര്യം 10-22 വർഷത്തോളം ഒരു അനാഥയെ പോലെ നമ്മൾ ആ കുട്ടിയെ വളരാൻ വിട്ടതാണ്. ഇനിയെങ്കിൽ അതിൻ്റെ ജീവിതത്തിന് നമുക്കൊരു കോട്ടം വരുത്തരുത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു പോറലും വരരുത്. അലീന ഇപ്പോൾ എവിടെയാണെന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജീവും ശിവശങ്കരനും പറയുന്നുണ്ട്, ഒരു അബദ്ധം പറ്റിപ്പോയേട്ടാ, ഞങ്ങൾ അവളെ കിഡ്നാപ്പ് ചെയ്തു, ഇങ്ങനെ ഗുണ്ടകളെ വെച്ച് കിഡ്നാപ്പ് ചെയ്തു എന്ന്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഗംഗാധരൻ പറയുന്നത്, നമുക്ക് നേരെ തന്നെ ഇപ്പം തന്നെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമ പറഞ്ഞ് ഒരു കോംപ്രമൈസ് രീതിയിൽ സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആ രാത്രി തന്നെ അവർ നെടുമ്പുരയ്ക്ക് വീട്ടിലോട്ട് ചെല്ലുകയാണ്. ആരൊക്കെ? നമ്മുടെ ഗംഗാധരനും രാജീവനും ശിവശങ്കരനും കൂടെ. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മുടെ കൃഷ്ണമോളാണ് ഡോറ് തുറക്കുന്നത്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ചെല്ലുകയാണ്. ആ ഡോറ് തുറക്കുമ്പോൾ അവർ കാണുന്നത് കൃഷ്ണമോൾ കാണുന്നത് 3 പേരുമുണ്ട്. അതായത് വലിയച്ഛനും കൊച്ചച്ഛനും ചെറിയച്ഛനും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോളെ അച്ഛൻ എന്തെങ്കിലും ചോദിക്കും, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ചീത്തയാണ്, നിങ്ങൾ അലീന ചേച്ചി നിങ്ങളല്ലേ കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഈ സത്യങ്ങളെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞ സത്യങ്ങളെല്ലാം മനുവിനും കൃഷ്ണമോക്കും അറിയാമായിരുന്നു. അപ്പോൾ ഇപ്പം മനുവിനറിയാം, കൃഷ്ണമോക്കറിയാം, അതുപോലെ ഗംഗാധരനും രാജീവിനും ശിവശങ്കരനും അറിയാം. അപ്പോൾ മോളെ നമ്മൾ നിൻ്റെ അച്ഛനെ കാണാൻ വന്നതാണ്, കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായി, നമ്മൾ അറിയാണ്ട് ചെയ്തു പോയ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ മേളിൽ നിന്ന് ഇറങ്ങി വരണം, ആരാ മോളെന്ന് ചോദിച്ചു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞു തന്നെ ബാലേന്ദ്രൻ ഷൗട്ട് ചെയ്യണം, എൻ്റെ അലീനയ്ക്ക് ഒരു പോറൽ പോലും എത്തരുത്. അപ്പോൾ ഗംഗാധരൻ പറയും, നീ കേസ് പിൻവലിക്കണം, അലീനയ്ക്ക് ഒരു പോറലുമില്ല, ഇവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന്. അപ്പോഴാണ് ബാലേന്ദ്രന് മനസ്സിലാവുന്നത് ഗംഗാധരൻ കാര്യങ്ങളെല്ലാം അലീന ആരാണെന്നും എന്താണെന്നും ഒക്കെ ഗംഗാധരൻ ഇവരോട് 2 പേരെടുത്തു. ആരെടുത്ത്? രാജീവിനോടും ശിവശങ്കരനോടും പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചു. പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഓ പറഞ്ഞോ, ഇതെല്ലാം കേട്ടിട്ട് എന്താ ഇപ്പം തൻ്റെ നാവ് തുറക്കുന്നില്ലേ, തൻ്റെ നാക്കങ്ങ് ഇറങ്ങിപ്പോയോടോ എന്ന് ചോദിക്കുന്നുണ്ട്. രാജീവിനിട്ടാണ് കൂടുതലും കൊടുക്കുന്നത്. കാര്യം രാജീവാണ് കൂടുതലായിട്ട് ബാലേന്ദ്രനെ കൂടുതലായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് അവർ 2 ആവശ്യങ്ങൾ ആവശ്യപ്പെടും. അതായത് ഒരിക്കലും വൈജയന്തി ഇതറിയരുത്. അപ്പോൾ ബാലേന്ദ്രൻ തിരിച്ചങ്ങോട്ട് ആവശ്യങ്ങൾ പെടും. എന്തായാലും നിങ്ങൾ കാരണമല്ലേ, നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് 10 ലക്ഷം വെച്ച് അവളുടെ പേരിൽ ഇടണം, വൈജയ് ഇടണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇടിയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. 40 അപ്പോൾ നമ്മുടെ 40 ലക്ഷം രൂപ അലീനയുടെ പേരിൽ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, 40ഓ അതിൽ കൂടുതലോ എത്ര വേണമെങ്കിലും ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു വീടോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് 2 കണ്ടീഷൻ. ഒരിക്കലും ഇത് വൈജയന്തി അറിയരുത്. കാരണം വൈജയന്തി അറിയണമെങ്കിൽ പിന്നെ അവൾ ചിലപ്പോൾ ഈ ബന്ധം, ഈ കുടുംബം തന്നെ താറുമാറാവും. അതുകൂടാണ്ട് പിന്നെ വൈജ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട് എല്ലാവരുടെ മുന്നിലും അവൾക്ക്. കാരണം വൈജയ്ക്ക് അറിയില്ല ആ കുഞ്ഞ് പ്രസവത്തോടെ മരണപ്പെട്ടു എന്നുള്ളതാണ് വൈജയന്തി അറിഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നും ആ കുഞ്ഞാണ് അലീന ഇത്രയും നാളും തൻ്റെ ആട്ടും തുപ്പും കേട്ട് ഈ കിടന്ന കുട്ടിയെന്നും കൂടെ അറിയുമ്പോൾ വൈജയന്തിക്ക് അതൊരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാണ്ട് വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ മട്ടിലാണ് ആ സമയത്ത് ഈ 2 കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരിക്കലും വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഉണ്ടാവില്ല എന്നും ബാലേന്ദ്രന്. കാരണം വെച്ചാൽ പിന്നെ ബാലേന്ദ്രൻ അവളുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാര്യങ്ങൾ അവർ സമാധാനിപ്പിച്ച് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ നല്ല രീതിയിൽ ഈ രാജീവിന് ശിവശങ്കറിനും ഇട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ഭയങ്കര പെർഫോമൻസ് അല്ലായിരുന്നു അവർ. അങ്ങനെ എന്ന് വെച്ചാൽ വലിയ ഇതായിട്ട് അലീനെ കിഡ്നാപ്പ് ചെയ്യണു, ബാലേന്ദ്രനെ വെല്ലുവിളിക്കണു, ആകെ ഭയങ്കര എന്ന് വെച്ചാൽ പെങ്ങളോടുള്ള ഒരു സ്നേഹം നടിച്ചുള്ള ഒരു രീതിയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട മട്ടാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ എത്തേണ്ടത്. ഇതെല്ലാം കേട്ടും കണ്ടും നമ്മുടെ കൃഷ്ണമോള് മാറി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഏകദേശം ഇന്നത്തെ പ്രൊമോയിൽ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ കാണിക്കുന്നത് അവർ ആ സ്ഥലം കാണിക്കുകയും പോലീസ് വന്ന് ആ സ്ഥലത്ത് നിന്ന് അലീനെ രക്ഷിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പോലീസ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ്റെ പെങ്ങളെയും അവിടെ നിന്ന് സിസ്റ്ററേയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതേപോലെ പെങ്ങളുടെ ഹസ്ബൻഡിനെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് മറ്റേ
അലീനയെ കൊണ്ടാക്കാനായിട്ട് പറഞ്ഞല്ലോ ഒരാളെ, ഗോവർദ്ധനെ. അപ്പോൾ ഗോവർദ്ധനൻ പറയുന്നുണ്ട് ആ കറക്റ്റ് ടൈമിൽ തന്നെ രാജീവേട്ടൻ എന്നെ വിളിച്ചായിരുന്നു പൈസ തരാനെന്ന് പറഞ്ഞിട്ട്, എന്തോ ചെക്ക് തരാൻ വേണ്ടിയിട്ട് ആ ടൈം വിളിച്ചായിരുന്നു. അത് എന്നെ മനഃപൂർവ്വം മാറ്റിയതാണോ എന്നൊരു സംശയം പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ പോലീസും രാജീവൊക്കെ ടൈപ്പ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് വലിയ ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഗോവർദ്ധനൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ആ കറക്റ്റ് ടൈമിൽ തന്നെ അലീനയെ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ നിന്നപ്പോൾ ഇങ്ങനെ രാജീവേട്ടൻ വിളിച്ചു വന്നും ആ സമയത്ത് റൂമിലോട്ട് ചെന്ന് പൈസ മേടിക്കാനായിട്ട് ചെന്നു, പൈസ തന്നു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞ് പൈസ തരാനല്ലേ വിളിച്ച, പൈസ തരുകയും ചെയ്തുവല്ലോ, അപ്പോൾ അതിലെന്താ സംശയിക്കാനുള്ളതെന്ന് പോലീസുകാരനും ചോദിക്കുന്നുണ്ട്. പക്ഷേ പോലീസൊക്കെ രാജീവിൻ്റെ സൈഡായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു, സിസ്റ്ററോട് ചോദിച്ചു അലീന എപ്പോഴാണ് പോയത്, വേറെ എങ്ങോട്ടെങ്കിലും പോകണുണ്ടോ എന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അലീനയെ കണ്ടു കിട്ടുന്നുണ്ട്. അലീന ആകെ മെൻ്റലി ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ബാലേന്ദ്രനൊക്കെ ചെന്ന് രക്ഷിച്ച് കൊണ്ടുവരുന്ന സീനൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മഴ തോരും മുമ്പേ സീരിയലിൽ വരുന്ന പ്രൊമോ ഏകദേശം ഇതൊക്കെയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.